ഹായ് ഫ്രണ്ട്സ്, കണ്ണൂർ ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു എഗ് കീമ റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചൂടായ കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള വഴറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഇവിടെ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞു കൊടുക്കാം. ഇപ്പോൾ മുട്ടൻ്റെ തൊലിയൊക്കെ മുഴുവനായിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറിയിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുന്നത് ഗ്രേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനായി ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറിലും ചെറുതായി ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പച്ചമണലൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നന്നായി ഉടഞ്ഞ് വരണം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തന്നെ മുളക് പൊടിയും അതേപോലെ തന്നെ പച്ചമുളകെല്ലാം ചേർത്തണേ. അപ്പോൾ കുരുമുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണം തോന്നുന്നെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതൊന്ന് ടൈറ്റായിട്ട് വരും. ഞാനിപ്പം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പെല്ലാം ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല തിളയെല്ലാം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് റോസ്റ്റ് ചെയ്ത കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ അവസാനമായി ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പൊറോട്ടക്കും ചപ്പാത്തിക്കും ദോശയ്ക്കെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. കൂടാതെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാനും പറ്റും. അടിപൊളിയായിട്ടുള്ള എഗ് കീമ റെസിപ്പിയുടെ റെഡി ആയി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക.